മക്കളെ CBSE കുട്ടികളോടാണ് നിങ്ങൾ ഇതുവരെ പ്രതീക്ഷിച്ചിരുന്ന നിങ്ങളുടെ റിസൾട്ട് ഇന്ന് വരും എന്ന് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്ന് തുടങ്ങിയ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിജിലോക്കർ വഴിയോ അല്ലെങ്കിൽ നമ്മുടെ സൈറ്റ് വഴി CBSEയുടെ സൈറ്റ് വഴിയോ ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ റിസൾട്ട് ചെക്ക് ചെയ്യാം. ഇനി എനിക്ക് പറയാനുള്ളത് പാരന്റ്സിനോടാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു CBSE റിസൾട്ട് വരുന്നു എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത സമയത്ത് ചില കുട്ടികൾ അയച്ച മെസ്സേജിൽ നിന്നും ഒരു കുട്ടി അയച്ച മെസ്സേജാണ് ഞാൻ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. അതിലിതാണ് കുട്ടിയുടെ മാക്സിമം ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, പാരന്റ്സിന്റെ ഭാഗത്ത് മാക്സിമം സപ്പോർട്ട് ഉണ്ട്, ഇനി എനിക്ക് A1 എന്ന് പറയുന്ന ഗ്രേഡ് A2 ആവോ എന്നൊരു ടെൻഷൻ ഉണ്ട് എന്ന് കുട്ടി പറയുന്നുണ്ട്. അതിന്റെ കൂടെ കുട്ടി പറയുന്നുണ്ട്, എന്റെ പാരന്റ്സിന് ഞാൻ ഫുൾ A1 വാങ്ങിച്ചു കൊടുത്തില്ലേ, പാരന്റ്സിന് അതൊരു സങ്കടമാവില്ലേ, ഞാൻ എങ്ങനെയാണ് പാരന്റ്സിനെ ഫേസ് ചെയ്യുക എന്നൊക്കെ കുട്ടി ചോദിക്കുന്നുണ്ട്. അപ്പൊ പാരന്റ്സ് മനസ്സിലാക്കുക, നമ്മുടെ കുട്ടികൾ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് എക്സാം എഴുതിയിട്ടുള്ളത്, അതിനുള്ള റിസൾട്ട് അവർക്ക് കിട്ടും. ഇനി നമ്മളൊക്കെ മനുഷ്യരല്ലേ, എക്സാം ഹോളിൽ പോയി ചില സമയത്ത് നമ്മൾ ചില ക്വസ്റ്റ്യൻ ആൻസർ കാണുമ്പോൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ആൻസർ നമുക്ക് അറിയുണ്ടായിരിക്കും, പഠിച്ചതൊക്കെ ഓർമ്മ ഉണ്ടായിരിക്കും, പക്ഷെ വേണ്ട രീതിയിൽ അത് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല, എഴുതി പിടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതൊരിക്കലും കുട്ടിയുടെ നെഗറ്റീവ് അല്ല, മനുഷ്യരാണ്, മറക്കും. അത് പാരന്റ്സ് മനസ്സിലാക്കുക. അതുകൊണ്ട് അവർക്ക് കിട്ടിയ റിസൾട്ടിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അവരെ സപ്പോർട്ട് ചെയ്യുക, അവരെ നിങ്ങൾ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അവരുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുക. അല്ലാണ്ട് ഫുൾ A1 കിട്ടിയില്ലല്ലോ അല്ലെങ്കിൽ 5 A1 അല്ലേ ഉള്ളൂ, ഒരു A2 അല്ലേ ഉള്ളൂ, അങ്ങനെ പറഞ്ഞ കുട്ടികളെ എന്ത് ചെയ്യരുത്, നിരുത്സാഹപ്പെടുത്തരുത്. നമ്മളുടെ മക്കൾ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് കണ്ടവരാണ് നമ്മൾ ഓരോ പാരന്റ്സും. അപ്പൊ അവരുടെ റിസൾട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവർക്ക് വേണ്ട രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരുടെ സന്തോഷത്തിൽ നിങ്ങൾ പങ്കുചേരുകയാണ് വേണ്ടത്. ഒരിക്കലും നമ്മുടെ കുട്ടികൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ കുറ്റപ്പെടുത്തരുത്. പിന്നെ അത് മാത്രമല്ല, CBSE 10th ഗ്രേഡിലെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫിലെ ഫസ്റ്റത്തെ ഫുൾ സ്റ്റോപ്പ് ഒന്നുമല്ല, അത് അവരുടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അവർക്ക് ഇനി ഒരുപാട് അവരുടെ കരിയറിൽ അവർക്ക് ഒരുപാട് നേടിയെടുക്കാനുണ്ട്. അതിന് വേണ്ട എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ ഒരുക്കി കൊടുക്കുക. അത് മാത്രമല്ല, നമ്മുടെ കുട്ടി പഠിച്ച അറിവ് ഒരിക്കലും എന്താവില്ല, വേസ്റ്റ് ആവില്ല. ഒരു സ്ഥലത്ത് അത് ഉപകരിച്ചില്ലെങ്കിൽ മറ്റൊരു സ്ഥലത്ത് തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള റിസൾട്ട് അവർക്ക് ഉണ്ടാവും. അപ്പൊ പാരന്റ്സ് നല്ല രീതിയിൽ നമ്മുടെ കുട്ടികളെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ മാർക്ക് കൂടിയാലും കുറഞ്ഞാലും അവരെ ചേർത്ത് പിടിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കാം. ഓക്കെ, താങ്ക് യു.